എന്തോന്ന് വെച്ചേ? എന്താണ് മിസ്സസ് രവി ഈ സമയം അടുക്കള കയറി ഡാൻസ് കളിക്കാറാണല്ലോ പതിവ്? അയ്യ, എന്നാ പിന്നെ ഞാൻ അടുക്കള കയറി ഡാൻസ് കളിക്കട്ടെ. അയ്യോ സഹായിക്കല്ലേ പ്ലീസ്. എന്തോന്നമ്മ, അമ്മ ഇങ്ങനെ എന്നെ എൻകറേജ് ചെയ്യണവരും ഡിസ്കറേജ് ചെയ്യാണോ? എനിക്ക് സംസാരിക്കാൻ വയ്യ, നീ അങ്ങോട്ടെങ്ങാനും പോവച്ചേ. അയ്യല്ലേ ഹലോ, നീങ്ങി കട വെച്ചേ. ഇതൊരു വീട്ടിൽ ഇതിന്റെ കാലെടുത്ത് മാറ്റി വെച്ചേ. എന്തോന്നമ്മ കുറച്ചു നേരം കൂടെ ഇങ്ങനെ കിടന്നോട്ടമ്മ. എത്ര നാളായി ഇങ്ങനെ കിടന്നിട്ട്? ഞാൻ ചത്തു പോകത്തേ ഉള്ളൂ ഇങ്ങനെ കിടന്ന. അമ്മ നമുക്ക് കുറച്ച് ദിവസേ ആ തറവാട്ടിലൊന്ന് പോയി നിന്നാലാ? എന്ത് രസമമ്മ അവിടെ. രാവിലെ എണീക്കുമ്പോ പക്ഷികളുടെ കളകളാരവം, മൂടൽ മഞ്ഞ്. ആ അമ്മ 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 ഈ പാടങ്ങൾക്ക് തണുക്കാതിരിക്കാനേ പ്രകൃതി ഒരുക്കിയ ബ്ലാങ്കറ്റ് ആണോ അമ്മ ആ മൂടൽ മഞ്ഞ്? മാങ്ങാ തൊലി, മനുഷ്യനോട് തലവനെടുത്ത് കിടക്കാന്ന് വിചാരിക്കും അവള് സാഹിത്യം കൊണ്ട് വന്നിട്ട് എണിച്ച് പോടി വിടുന്നു. ഞാൻ പോവില്ല. മതിയാ നല്ല സുഖമില്ലേ? നാട്ടിൻപുറത്തിന് നന്മ അറിഞ്ഞോടത്തൊരു നാട്ടിൻപുറത്തുകാരി, പ്രകൃതി വിരോധി അമ്മയാണത്രേ അമ്മ. വെറുതെ അല്ല അമ്മ ഇവിടെ പ്രളയം വന്നത്. ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ലോ ജനകോടി. എന്തോ നമ്മ ഇത്? മണി, മണിയേ, മണി. ആ എന്താ രവിയേട്ടാ? എന്തു പറ്റി? ഒന്നുമില്ല. ഒന്നുമില്ല, നീ ചുമ്മാ ഇങ്ങനെ കിടക്കത്തില്ലല്ലോ. രാവിലെ അടുക്കളയിലോട്ട് പോവാനായിട്ട് ഇറങ്ങി വന്നപ്പോഴേ തലയൊന്ന് ചുറ്റി. തല ചുറ്റിയോ? വേറെ കുഴപ്പമൊന്നുമില്ല, ചുറ്റല് കുറഞ്ഞു. എന്നാലും അതെന്താ അങ്ങനെ വരാൻ കാര്യം? ഇപ്പൊ ഇന്നലെ ഉറക്കം ശരിയായില്ല, അതായിരിക്കും. മുട്ടയും പാലും റെഡിയാണോ? മുട്ടയും പാലും ഇവിടെ അമ്മയ്ക്ക് വയ്യ. അയ്യോ എന്താ പറ്റി അമ്മ? തല ചുറ്റില്ലെന്ന്, ഞാൻ വരുമ്പോ ഇവിടെ കിടക്കുന്നു. രാവിലെ തല ചുറ്റലാണെങ്കിൽ BP വല്ലതും ആയിരിക്കും. അറിയില്ല. അമ്മയ്ക്ക് ബിപിയാ? ഷുഗർ കൂടിയാലും വരും. അത് ഇന്നലെ അടുക്കളയൊക്കെ ശരിയാക്കി വന്നപ്പോ ഒരുപാട് ലേറ്റായി. ഇന്ന് രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്തു, അതാണ്. അമ്മ എന്തിനാ ഇത്ര നേരം അടുക്കള നിൽക്കാൻ പോയത്? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാം ഒന്ന് കഴുകി പെറുക്കി വൃത്തിയാക്കി, അത്രേ ഉള്ളൂ. ആശുപത്രി പോയി ഫുൾ ചെക്കപ്പ് ചെയ്യണം. ആദ്യം ബ്ലഡ്, പിന്നെ ലിവറും കിഡ്നിയും. അല്ല ഇതുവരെയായിട്ട് ചെക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അയ്യോ, ലിവറും കിഡ്നിയും കേൾക്കുമ്പോ തന്നെ മനുഷ്യന് പേടിയാണ്. ഒന്നും മിണ്ടാതിരിക്കോ വെച്ചേ? അമ്മക്കിന് ബ്ലഡിൽ സോഡിയം കുറഞ്ഞതായിരിക്കോ? അമ്മക്കിപ്പോ മൊത്തത്തിൽ ഒരു വെളിവില്ലായ്മ തോന്നുന്നുണ്ടോ? ആ, മൊത്തം വെളിവും പോയി. തനി മലയാളികളുടെ സ്വഭാവം കാണിക്കല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും ചെറുത് വന്നു കഴിഞ്ഞാൽ ഉടനെ അതായിരിക്കും ഇതായിരിക്കും, ആ ടെസ്റ്റ് ചെയ്യ് ഈ ടെസ്റ്റ് ചെയ്യ്. ചെറിയ പനിയുള്ളവനെ കൊല്ലണ വരെ പറഞ്ഞോണ്ടിരിക്കും. മനുഷ്യൻ തലവേദനിക്കും. എന്ത് പറ്റിയമ്മ? നല്ല പെരുക്കണം. തലപ്പെരപ്പുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് മലയാളിയല്ലേ, പറഞ്ഞാ കൂടി പോയല്ല. നല്ലൊരു ഞായറാഴ്ചയാണ്. ഇന്നലെ വാങ്ങിച്ച മീൻ ഇരിപ്പുണ്ട്, കപ്പയുണ്ട്, എല്ലാം റെഡിയാക്കാന്ന് വിചാരിച്ചതാണ് ഞാൻ. അപ്പൊ എന്നൊന്നും ഉണ്ടാക്കണില്ലേ? വയ്യാതിരിക്കല്ലേ? വയ്യെങ്കിൽ പിന്നെ എന്തോന്ന് വയ്യായിക? ഉണ്ടാക്കിയല്ലേ പറ്റൂ. വേണ്ട വേണ്ട, ഒന്നും ഉണ്ടാക്കണ്ട. ഉള്ളത് എന്താ വെച്ചാൽ കഴിക്കാം. എന്തുണ്ടെന്നുള്ളതാണ് പ്രശ്നം. എനിക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ശരിയാക്കി എടുക്കാം നമുക്ക്. അമ്മയ്ക്ക് ശരിക്കും തലവേദന ഉണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. പിങ്കി, ആ ബംഗാളി ചന്തുവിനെ വിളിക്ക്, എന്നിട്ട് തലവേദനയുടെ ഗുളിക വാങ്ങിച്ചോണ്ട് വരാൻ പറ. എന്തോന്ന് മോളെ ഇത്? തലവേദനയുടെ ഗുളിക വാങ്ങിച്ചു കഴിക്കാനാ? ഡോക്ടറെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നേ കഴിക്കാവുള്ളൂ. അതും ഇതും വാങ്ങിച്ച് കഴിക്കാവുള്ളതല്ല. പിന്നെ കേരളത്തിലുള്ളവര് ചെറിയ തലവേദന വന്ന ഡോക്ടറെ പോയി കാണാൻ പോവല്ലേ? അവര് സ്വന്തമായിട്ട് മരുന്ന് മേടിച്ചെന്നെ കഴിക്കും. അതാണ് മലയാളി. പിങ്കി നീ വാ, എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം എന്ത് വേണമെന്ന്. അമ്മ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടല്ലോ. മണി, തലവേദന ഉണ്ടോ? ഇതെന്തോന്ന് ഇടയ്ക്കിടയ്ക്കൊന്നും എല്ലാരും തലവേദന ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? ഇപ്പൊ ഉണ്ടോ? ചിലപ്പോ ഉണ്ട്, ചിലപ്പോ ഇല്ല. ഇപ്പൊ ചോദിച്ചോ കുഴപ്പമായ?
മലയ്ക്ക് പേര്